നാഗ്പൂർ സംഘർഷത്തിൽ അക്രമകാരികൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. നാശനഷ്ടങ്ങളുടെ തുക അറസ്റ്റിലായവരിൽ നിന്നും ഈടാക്കും. അക്രമികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. വേണ്ടിവന്നാൽ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്നും ഫട്നാവിസ് അറിയിച്ചു. तय हुआ है कि ये जितना नुकसान दंगइयों ने किया है इसका पूरा हिसाब निकाला जाएगा और ये पूरा नुकसान उनसे वसूल किया जाएगा और अगर वो नुकसान के पैसे नहीं भरते हैं तो उनकी प्रॉपर्टी को बेचकर ये नुकसान भरपाई की जाएगी. किसी भी हालत में इस प्रकार से किसी को दंगा करके दूसरे को नुकसान पहुंचाने की इजाजत नहीं दी जाएगी. जिनकी गाड़ियों का नुकसान हुआ है सरकार उनको मदद करने वाली है. देखिए, महाराष्ट्र में हम लोग अपने तरीके से कार्रवाई करते हैं. जहां बुलडोजर चलाने की आवश्यकता होगी वहां चलेगा. जहां गलत काम होगा उसको रौंदा जाएगा. किसी को बख्शा नहीं जाएगा. തൊഴിൽവരികളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരിക്കുകയാണ്. ജിഷ്ണു, കലാപകാരികൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത് അല്ലേ? KP നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ചവർ അക്രമകാരികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കലാപമുണ്ടായതിന് പിറകെ തന്നെ ഇതേ കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതായത് നാഗ്പൂരിൽ ജനങ്ങളുടെ സമാധാനം തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ അക്രമകാരികൾക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകും. നിലവിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട നാശനഷ്ടത്തിന്റെ കണക്കുകൾ തയ്യാറായി വരികയാണ്. നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്, കടകമ്പോളങ്ങൾക്ക് നാശം വന്നിട്ടുണ്ട്. അത്തരത്തിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ശേഖരിച്ചു വരികയാണ്. ആ നാശനഷ്ടങ്ങളുടെ മുഴുവൻ തുകയും അക്രമകാരികളിൽ നിന്ന് ഈടാക്കും. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള അക്രമകാരികളിൽ നിന്ന് ഈടാക്കും. അത്തരം പണം നൽകാൻ അക്രമകാരികൾ തയ്യാറായില്ലെങ്കിൽ അവരുടെ ഭൂമിയും സ്വത്തും ഉൾപ്പെടെയും കണ്ടുകെട്ടുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. ആവശ്യമെങ്കിൽ ബുൾഡോസർ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത്. ഇതിനോടകം തന്നെ 75-ലധികം അക്രമകാരികൾ, ഈ കലാപം ആസൂത്രണം ചെയ്ത ഫഹീം ഷമീം ഖാൻ ഉൾപ്പെടെ 75-ലധികം അക്രമകാരികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു പെട്ടെന്നുണ്ടായ സംഘർഷമല്ല, വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തിയ ആസൂത്രണത്തോടെയാണ് ഈ സംഘർഷം നടത്തിയതെന്നും ഹിന്ദു പ്രകടനത്തിൽ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിൽ ഖുറാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടത്തിയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നാഗ്പൂരിൽ വേദിയെടുക്കാൻ ശ്രമിച്ചത്. അത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പോലീസ് അക്രമം അടിച്ചമർത്തുകയും ഒരു വലിയ കലാപത്തിലേക്ക് അത് പോവാതിരിക്കാനുള്ള കഠിന ശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ അക്രമകാരികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നു. നാശനഷ്ടത്തിന്റെ മുഴുവൻ തുകയും ഇപ്പോൾ അറസ്റ്റിലായവരിൽ നിന്ന് ഈടാക്കുമെന്നും ആവശ്യമെങ്കിൽ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.